ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ തുല്യ പ്രാധാന്യമുള്ള അവർ 3 പേരും പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനമാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഡൽഹിയിൽ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ ഇതുവരെയുള്ള നടപടികളോ അത് പ്രതീക്ഷിക്കാം നമ്മളല്ലേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, അല്ലേ? എസ് വിജയകുമാർ, തീർച്ചയായും സൈന്യത്തിൻ്റെ നടപടികൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അതിന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സൈന്യത്തിൻ്റെ വിശദീകരണം നടത്തിയ ആ 2 പേർ തന്നെയാണ് ഇന്നും കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം ഈ സൈനിക നീക്കത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉണ്ടാവുക. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. നയതന്ത്രപരമായ കാര്യങ്ങൾ, ഇന്ത്യയുടെ നിലപാടുകൾ, ഇതൊക്കെയായിരിക്കും കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ഇന്നലത്തേതുപോലെ ഇന്നും വിശദീകരിക്കുക. പക്ഷേ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച നിലപാട് ഇവർ 2 പേരുമായിരിക്കും വിശദീകരിക്കുക. ഇന്നലെ ഇതിനു ശേഷം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചാണ് ഇന്നലെ ഈ സൈനിക വക്താക്കൾ വിശദീകരിച്ചതെങ്കിൽ ഇന്ന് അതിനുശേഷം നടന്നിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ ഈ 2 പേരും വിശദീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വീണ്ടും വരുന്നു ഈ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ വിശദീകരിക്കുന്നതിന്. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ നിലപാട്, ഔദ്യോഗികമായ നിലപാട്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. വിജയകുമാർ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ? ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ചെയ്തത് എന്ന് പറയാൻ പോവുകയാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനമാണ് 5:30-ക്ക് നടക്കാൻ പോകുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ അറിയാം പാകിസ്ഥാനിലെ ഈ പറയുന്ന പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ നൽകിയ മറുപടിയുടെ ആഴവും പരപ്പും എന്താണ്, ഇനി എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ വ്യോമിക സിംഗ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസികത പാകിസ്ഥാനിൽ നിന്നുണ്ടായാൽ ഒട്ടും മടിക്കാതെ അതിശക്തമായ കനത്ത മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.